ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. വാർത്തകൾ വിശദമായി. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുന്നമ്പറമ്പ് സെന്റർ വികസനവും കനാൽ പാല നിർമ്മാണ പ്രവൃത്തിയും സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി. സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായി ഇടപെടുമെന്ന് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം MLA സേവ്യർ ചിറ്റലപ്പള്ളി പറഞ്ഞു. പുന്നമ്പറമ്പ് കനാൽ പാലം എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ പ്രസിദ്ധമായ ഒരു കേന്ദ്രമാണ്. ആ കനാൽ പാലം 11 മീറ്റർ പാലം നേരത്തെ നിർമ്മിച്ചിരുന്നു. തുടർന്നുള്ള സ്പാൻ 11 മീറ്ററിൻ്റെ കൂടി പ്രവൃത്തി ഇപ്പോൾ നടന്നു വരികയാണ്. മൊത്തം 22 മീറ്ററാണ് പുന്നമ്പറമ്പ് കനാൽ പാലത്തിൻ്റെ വീതി രൂപപ്പെടുന്നത്. തൊട്ടപ്പുറത്ത് നമുക്കറിയാം കരിമത്തറയിലെ ചീപ്പുചിറ ആ പാലവും പൊളിച്ചു പണിയുന്നുണ്ട്. തീർച്ചയായും പീച്ചി വാഴാനി കോറിഡോർ ഒരു വലിയ കുതിച്ചുചാട്ടം. വാഴാനിയിലെ ഈ 18-ാം തീയതി നമ്മുടെ പൂരത്തിൻ്റെ അന്നാണ്. പ്രത്യേകിച്ച് മച്ചാട് മാമാകത്തിൻ്റെ അന്ന് തന്നെ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ 5,98,00,000 രൂപയുടെ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി നേരിട്ട് അദ്ദേഹം വന്ന് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ്. മ്യൂസിക്കൽ ഫൗണ്ടൻ യാഥാർത്ഥ്യമാവുകയും പീച്ചി വാഴാനി കോറിഡോർ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതോടുകൂടി പീച്ചിയിലെത്തുന്ന എല്ലാ സഞ്ചാരികളും വാഴാനി കൂടി സന്ദർശിക്കുന്ന സാഹചര്യം രൂപപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് നാഷണൽ ഹൈവേയിൽ നിന്ന് മണ്ണുത്തി വഴി നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ കൂടി തുറന്നു. അതുപോലെ തന്നെ മലപ്പുറം പാലക്കാട് ജില്ലകളിലേക്കുള്ള സൗകര്യപ്രദമായ യാത്ര കൂടി സജീവമാക്കുന്നതിനുള്ള സാഹചര്യം രൂപപ്പെടുകയാണ്. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുന്നമ്പറമ്പ് സെന്റർ വികസനവും കനാൽ പാൽ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. പദ്ധതിയുടെ ഭാഗമായി 7 മീറ്റർ മാത്രം വീതിയുണ്ടായിരുന്ന പുന്നമ്പറമ്പ് കനാൽ പാലം 22 മീറ്റർ വീതിയിൽ പൊളിച്ചു പണിയുകയാണ്. 11 മീറ്ററിൽ ആദ്യ സ്പാൻ നേരത്തെ പൂർത്തീകരിച്ചു. 2ാം സ്പാനിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. കരിമത്ര ചീപ്ചിറ പാലവും പുനർനിർമ്മിക്കും. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ കേന്ദ്രമായ പുന്നമ്പറമ്പ് സെന്റർ വികസനവും പദ്ധതിയുടെ ഭാഗമായി സാധ്യമാവുകയാണ്. പുന്നമ്പറമ്പ് സെന്റർ ഭാഗത്തെ പഴയ റോഡ് പൂർണ്ണമായും ഇളക്കി മാറ്റി ഉന്നത നിലവാരത്തിൽ റോഡ് പുനർനിർമ്മിക്കുകയാണ്. അതിവേഗം ഇരു പ്രവൃത്തികളും പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം. ദേശീയപാത 544-ലെ മുടിക്കോട് നിന്ന് ആരംഭിച്ച് വടക്കാഞ്ചേരി വാഴാനി റോഡിലെ കരിമത്ര സെന്ററിൽ അവസാനിക്കുന്ന 18.65 കിലോമീറ്റർ ദൂരമാണ് പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ എന്ന പേരിൽ ഉന്നത നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. 2 ഘട്ടമായാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ആദ്യഘട്ടമായ പൊങ്ങണംകാട് മുതൽ കരിമത്ര സെന്റർ വരെയുള്ള 11.65 കിലോമീറ്റർ ദൂരം റോഡ് നവീകരണം അതിവേഗം പുരോഗമിക്കുകയാണ്. കാന, കലുങ്കുകൾ, ജംഗ്ഷനുകളിലെ ഫുട്പാത്തോട് കൂടിയ കാന, ബസ് ബേകൾ, ബസ് ഷെൽട്ടറുകൾ, റോഡ് സേഫ്റ്റി സംവിധാനങ്ങൾ, റോഡ് ഫർണിച്ചറുകൾ എന്നിവ പദ്ധതിയിലുണ്ട്. 7 മുതൽ 9 മീറ്റർ വാഹനപാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ടൂറിസം കോറിഡോർ പൂർത്തിയാക്കുന്നതോടെ പീച്ചിയിലെത്തുന്ന എല്ലാ വിനോദസഞ്ചാരികൾക്കും അതിവേഗം വാഴാനിയിലെത്താനാകും. ഈ വികസന സാധ്യത കണ്ടുകൊണ്ട് വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. വാഴാനിയിലെ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. ഇതിനകം തന്നെ പ്രവൃത്തി ആരംഭിച്ച പുല്ലാനിക്കാട് മംഗലം പുന്നമ്പറമ്പ് റോഡിന്റെ കൾവട്ടറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ വികസന സാധ്യതയാകെ ബന്ധിപ്പിക്കും വിധമാണ് റോഡിന്റെ നവീകരണം. ദേശീയപാത 544-ൽ നിന്ന് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലേക്ക് പ്രവേശിച്ച് ഷൊർണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുവാനും ഉന്നത നിലവാരത്തിലുള്ള റോഡ് സജ്ജമാക്കും. 4.6 കോടി രൂപ ചെലവിൽ പുന്നമ്പറമ്പ് മണലിത്ര ചെന്നിക്കര റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ മേഖലയെ വിനോദസഞ്ചാര സാധ്യതകളെയും കൂട്ടിയിണക്കി അത്ഭുതപൂർവമായ വികസനത്തിനാണ് 2ാം പിണറായി വിജയൻ സർക്കാർ നേതൃത്വം നൽകുന്നതെന്നും സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായി ഇടപെടുമെന്നും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് MLA സേവ്യർ ചിറ്റലപ്പള്ളി പറഞ്ഞു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, AK സുരേന്ദ്രൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. VCV ന്യൂസ് തെക്കുംകര.